ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ എടുക്കുകയാണ്. ഞാൻ ഇത് ഓൾറെഡി ഒരിക്കൽ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. അന്ധവിശ്വാസം നിർമ്മാർജ്ജന ബില്ലിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വന്നതുകൊണ്ട് ആൾ ദൈവങ്ങൾക്ക് തടയിടപ്പെടുന്നുണ്ട്. ഇതുമാതിരിയുള്ള പോക്കൃത്തരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. 100% ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ നടക്കുന്ന ഒരു വൾഗാരിറ്റിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതെടുത്ത് വെച്ചിട്ട് എന്നെ റിയാക്ട് ചെയ്ത ആ സ്ത്രീക്ക് അത്രയും ഭയങ്കര പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പ്രത്യേക സിനാരിയോ അവരുടെ ടൈം ലൈനിൽ കണ്ടേ, മറ്റുള്ളവരല്ല. ബോധമൊക്കെ ഉള്ള കുറേ പേര് അല്ലാതെ ഉണ്ട്. എൻ്റെ ടൈം ലൈനിലും ഇല്ല, അല്ലാതെ ഫേസ്ബുക്കിലൊന്നും അങ്ങനെ ആരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒപ്പം നിന്ന മനുഷ്യർക്കെല്ലാം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒപ്പം ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രതികരിക്കാൻ പറ്റുന്നത് ആർക്കൊപ്പമാണ്. ഇപ്പം നമ്മൾ തണ്ടിയുള്ളവരുമായിട്ട് പ്രതികരണം നടത്തണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ കാലം ഞാനൊരു ലൂപ്പിലായിരുന്നു. എന്തുകൊണ്ട് ആ ലൂപ്പിൽ നിന്ന് ഞാൻ മാറി? അതിൻ്റെ റീസൺ പറ്റൊന്നുമല്ല. നമ്മളിത് എത്ര പറഞ്ഞാലും റിപ്പീറ്റഡ്ലി അത് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നതിനപ്പുറം നോ യൂസേജ് അറ്റാൽ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മളെ ഒരാൾക്ക് ഇടിച്ചു താഴ്ത്തണം, നമ്മളെ നശിപ്പിക്കണമെങ്കിൽ നമ്മളെ പറ്റി പച്ചപ്പൊക്കത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എത്ര എവിഡൻസ് കൊണ്ടുവച്ചാലും അത് വിശ്വസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാകത്തില്ല. കാരണം അവരത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് മാറ്റാൻ അവർ തയ്യാറല്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ പേർത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ എന്താണ് ചെയ്യേണ്ടത്? സ്കിപ്പ് ഇറ്റ്, ദെൻ ഗോ ഓൺ. അടുത്ത ഇതിലേക്ക് പോവുക, മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ലൂപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഇത്തരക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ സംസ്കാരം ഒക്കെ നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നതും ആ ലൂപ്പിനകത്ത് പെട്ടപ്പോഴാണ്. അന്നേ ഒരു വിഷയത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അത് 3 വർഷത്തോളം എന്തുവായിരുന്നു ബഹളം, കൂട്ടത്തിൽ അടിക്കാൻ വരുന്നു, കൂട്ടാക്രമണം, എന്തൊക്കെയാ, അവിടെ കേസ് ഇവിടെ കേസ്, അത് ഇത് കണ്ടെടുത്തൊക്കെ ഇട്ട് വിളി. ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തു. ഒത്തിരി പ്രോബ്ലംസ്, കൂടെ നിൽക്കുന്നവരെയൊക്കെ സ്ക്രൂ വെച്ച് കൂടെ കൊണ്ടുപോവുക ഇത്യാദി ഒത്തിരി പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിരുന്നു. അന്നേ ഞാൻ കരുതിയ ഒരു കാര്യമാണ്, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊന്ന് മാറിക്കൊടുത്താൽ കാര്യം അവർക്ക് മനസ്സിലാകും. കാരണം തൂക്കിക്കൊണ്ട് നടക്കുന്ന ആൾ ഉപയോഗിക്കുകയാണെന്ന് ഞാനൊന്ന് സ്കിപ്പായപ്പോൾ തന്നെ അവർക്ക് പിടികിട്ടി. എന്ത് പിടികിട്ടി? ഞാൻ പറഞ്ഞതിനേക്കാൾ വൾഗറായിരുന്നു അവരുടെ ക്യാരക്ടറെന്ന് അവർക്ക് പിടികിട്ടി. ഇന്നിപ്പം ഞാൻ പറഞ്ഞ വ്യക്തിക്കെതിരെ എല്ലാവരും കൂടെ യുദ്ധം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിവേ, അവരവിടെ നിന്നോട്ടെ. ഈ വിഷയത്തിലേക്ക് ഞാൻ മറുപടി കൊടുക്കാത്തതിൻ്റെ ഒരു റീസൺ, എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് ഹേർട്ട്ഫുൾ ആകുന്ന ഒരു സാധനവും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഞാൻ ചെയ്താൽ, തിരിച്ച് പറഞ്ഞതിൻ്റെ 10 മടങ്ങ് പറയാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ്, മേ ബി അവരത് ആഗ്രഹിക്കുന്നുണ്ടാകും, അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകും. ഈ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് റിയാക്ട് ചെയ്താൽ കൊള്ളായിരുന്നു. സൂപ്പറല്ലേ, കാമ്പയിനൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയാനില്ല. ഏതായാലും ഈ തള്ള അവിടെ ഇവിടെയും പോയി പെടുന്ന ഒരു പെടലുണ്ടല്ലോ, അതിനകത്തുണ്ട്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രവർത്തനത്തിൽ കൂടെ വരണം. ഇപ്പം ഞാൻ അവിഹിതത്തിന് എതിർക്കുന്നു, ഞാൻ അവിഹിതം നടത്തിയിട്ട് അവിഹിതത്തിന് എതിർത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇപ്പം നാഗസൈരന്ധ്രി എന്ന് പറയുന്ന ഈ സ്ത്രീ പബ്ലിക്കിൽ വന്ന് പെട്ട ഒരു പെടൽ ഒന്ന് കാണാം. അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവര് പൈസ ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതാണ് അവരുടെ ചോദ്യം. അതാണ് പൈസ ആത്മീയ ജീവിതം നയിക്കുന്നവര് പ്രകോപിപ്പിക്കപ്പെടാറില്ല. അങ്ങനെ ദേവിയെങ്കിൽ ദേവി പറയുന്നത് അങ്ങനെ. അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട്, എന്റെ കുഞ്ഞ് മോന് എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനെ വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. അല്ല, പഞ്ചസാരയോ അരിയോ ഉപ്പും മുളകും ഒക്കെ എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി. മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ, ഞാൻ ഗുരു നാഗാദിവ്യ സൈരന്ധ്രി ദേവിയുടെ കാര്യം പറയുന്നത്. നാഗാദേവി സൈരന്ധ്രി ഇതെല്ലാം തൊഴിലുറപ്പിനും പോണം, കിളയ്ക്കാൻ പോയാലും മതി. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങള്. ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോടാണ്. അതെ, പണിയുണ്ടാക്കി അപ്പോൾ കറക്റ്റ്. മോനെ, ഇതെന്റെ തൊഴിലാണ്, എന്റെ തൊഴിലാണ്.
എന്ത് തൊഴിലാണെന്ന്. ഇത് അല്ല, ഇത് എന്റെ തൊഴിലാണ്. മോനിപ്പോ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ മോനും ചെയ്യുന്നത്. ആ പിറകിൽ നിന്ന് വെകിടത്തരം പറയുന്ന സ്ത്രീ ആരാണിത് ചെയ്യുന്നത്? നമ്മളാരും ജീപ്പേ ഇട്ടിട്ട് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് പിച്ച എടുക്കുന്നില്ല. ഉവാ, നമ്മളാരും ഇത് ചെയ്യുന്നില്ല. മറ്റൊരു തരത്തിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനും അതിന്റെ അത്രേ ഉള്ളൂ. അതങ്ങനെ കണ്ടാൽ മതി. അയാളെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവരിങ്ങനെ എന്താണ് മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ വയറ്റിപ്പഴപ്പ്, എല്ലാവരുടെ വയറ്റിപ്പഴപ്പ്, അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. സിനിമയെ പറ്റി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, വെളിയിൽ വന്ന് സംസാരിക്കാം. ഇത് ഷോയുടെ ടൈം ഒക്കെ കഴിഞ്ഞു. നമുക്ക് മലയാള സിനിമയില് ഹിറ്റ് സിനിമയില് ദേവിയുടെ ഡയലോഗ് ഉണ്ട്. അത് കേട്ടിരുന്നോ? ദേവിയുടെ ഡയലോഗ് സിനിമയിൽ എടുത്തു. ദേവി പിള്ളേര് ട്രോളി കൊല്ലാണ്. വഴിട്ടോട് അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവരെ എന്തുകൊണ്ട് തെറി വിളിക്കുന്നതാണ് പോയിന്റ് ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആത്മീയത ഞങ്ങളല്ല, അല്ല ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? നാഗദേവി സംസാരിക്കട്ടെ. അതെന്താ നാഗദേവി ക്യാമറ കിട്ടിയാലേ സംസാരിക്കുവോളാ? നാഗദേവിക്ക് തെറിയും തോന്നിവാസമൊക്കെ ഈ ക്യാമറ കിട്ടിയാലേ ഉണ്ടാക്കുവല്ല. 4 പേര് ചുറ്റും നിന്ന് കഴിഞ്ഞാൽ എങ്ങാനാലും ഊരി രക്ഷപ്പെടാനുള്ള വ്യഗ്രത കണ്ടില്ലേ? ഞാൻ എൻ്റെ തൊഴിലെടുത്താണ് ജീവിക്കുന്നത്. എന്താണ് തൊഴിൽ? സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇതാണ് ബിഗ് സ്ക്രീനിൽ
ചേച്ചി സമ്മതിക്കൂല. നാഗച്ചേച്ചിയുടെ അണ്ണാക്കി പിരിവെട്ടി. അടിക്കുന്ന ഓടുന്ന 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 ഒരക്ഷരം മിണ്ടാതെ ഓടുന്ന രക്ഷപ്പെടുന്ന ദേവി. നാട്ടുകാരെ കയ്യിൽ പെടുമ്പം ദേവിയുടെ നാക്ക് എവിടെ പോയി? എവിടെയാണ് ദേവിയുടെ നാക്ക്? അത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ്. ഇതിന് നീ മറുപടി ചെയ്യുന്നുണ്ട് പച്ചത്തെറി വിളിക്കും. അത് സാംസ്കാരിക കേരളം ഏറ്റെടുക്കും. സംസ്കാര സമ്പന്നരായ കുറെ പേര് അതെടുത്ത് വെച്ചിട്ട് ഗ്രേറ്റ് എന്ന് പറയും. പിന്നെ എൻ്റെ ചട്ടുകാലും വൈകല്യത്തിനെയും വളരെ മ്ലേച്ഛമായ രീതിയിൽ നീ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിൽ അതിന് നിയമമുണ്ട്. ആ നിയമപരമായി ഞാനതങ്ങ് നേരിടും. അത്രയേ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഹാപ്പിനെസ്സായി. നീ ചുമ്മാ കുറേ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ KPO ആക്റ്റും കൊണ്ട് ഇറങ്ങേണ്ടി വരും. ഒരു KPO ആക്ട് മാത്രമാണ് തെറി പറഞ്ഞാൽ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞ ഷൂഷി ഇതൊക്കെ കോടതി കൊണ്ട് ചെന്ന് അവർ പറയും. ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. ഞാൻ അവിടെ കിടന്ന് തപ്പേണ്ടി വരും. പക്ഷേ മറ്റത് എൻ്റെ വൈകല്യത്തിന് നീ പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ തരും കേട്ടാ. നാഗച്ചേച്ചി ദേവി എന്നുള്ളതൊക്കെ ലൈവിലിരുന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. കുറച്ച് അശ്ലീല ചൊവ്വയോടുകൂടി വൃത്തികേട് പറയുമ്പോൾ അത് കേട്ട് ചിരിക്കാനും അത് കേട്ട് റോക്കറ്റ് വിടാനും വരുന്നവർക്ക് വേണ്ടി സുഖിക്കാൻ പറയണം. ഇവക്ക് മറുപടി കൊടുക്കാൻ എന്നോട് പറയല്ലേ പ്ലീസ്. ഇനി മറുപടിയില്ല. അവിടെ ആരൊക്കെ പോയിരുന്നു എന്നും ആരൊക്കെയാണ് അവളെ കൊണ്ടത് പറയിച്ചതെന്നും വ്യക്തമാണ്. ആ പറയിപ്പിച്ചവർക്കൊന്നും ഒരു പ്രശ്നമില്ല. കാരണം പലരും പറയുമ്പോൾ എൻ്റെ പേര് പറയാറില്ല. അതുകൊണ്ട് തന്നെ അവരൊരു പരിധി വരെ രക്ഷപ്പെടും. ഇതങ്ങനെയല്ല. പക്ക എൻ്റെ പേര് പറഞ്ഞ് ആണ് എൻ്റെ വൈകല്യത്തിന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഐ ഹാവ് ഡിസേബിലിറ്റി കാർഡ്. ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. അപ്പം അത് നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ മറുപടി ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ക്യാമറയുടെ മുമ്പിലുള്ള പട്ടി ഷോയാണ്. പബ്ലിക് സ്പേസിലേക്ക് വന്നിട്ടുള്ള ഇതില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്ന് തന്നെ. അവിടെ കിടന്ന് കാറി കൂവുന്ന ആ സ്ത്രീ, അയാളെയാണ് അടിക്കുന്നത്. ഞാനിവിടെ വീണ്ടും വെക്കുന്നില്ല. അയാളെ അടിക്കുന്നതിന് അവൾ അടുത്ത് ജയിക്കാൻ വേണ്ടി അത്രയും ക്രൗഡ് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ കുട്ടീനെ പിടിക്കാൻ വന്നെന്ന്. ഏത് കുട്ടി? അവളുടെ കൂടെ ഏതെങ്കിലും ഒരു കുട്ടി അവിടെ കണ്ടായിരുന്നോ? ഇത് ഒരാളെ തോൽപ്പിക്കാനായിട്ട് എന്ത് വൃത്തികേടും പറയുന്ന കുറേ ആളുകളാണ് ഈ സ്ത്രീക്ക് ചുറ്റുമുള്ളത്. അവരോട് എന്ത് നമ്മൾ പറയാനാണ്? എന്താണ് അവരോട് നമ്മൾ പറയേണ്ടത്? നമ്മൾ ലൈവ് സെക്ഷൻ ചെയ്യും. പല വൾഗർ സ്റ്റേറ്റ്മെൻറ്റും അവിടെ കൊണ്ടുവന്ന് എഴുതി വയ്ക്കും. നമ്മളതിന് മറുപടി കൊടുക്കും. ശരി, അത് നമ്മൾ അംഗീകരിച്ചു. പക്ഷേ നിരന്തരമായിരുന്ന് അതൊരു സുഖമാണെന്നുള്ള രീതിയിലിരുന്നു കൂടെ തെറി വിളിക്കുന്ന ഈ സ്ത്രീയെ അനുകൂലിക്കാനും മാത്രം അത്രയും ബോധ നിലവാരമുള്ള മനുഷ്യരോട് ഫൈറ്റ് ചെയ്യാൻ പറയരുത്. അത് പഴയ സ്ലാങ്ങാണ്. ഈ പന്നിക്കൂട്ടങ്ങളോട് അടികൂടി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ചെളി പറ്റും. പന്നിക്കത് സന്തോഷമാണ്, നമുക്കത് സന്തോഷമായിരിക്കത്തില്ല. സോ അത് നിയമപരമായി നേരിടാനുള്ള വകുപ്പുണ്ട്. നല്ല വിഷം വെച്ചങ്ങ് തീർക്കുക, അത്ര തന്നെ. പന്നി നമ്മൾ സാധാരണ എന്തെങ്കിലും കാട്ടുപന്നി നമ്മുടെ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ ചെയ്യുക. നല്ല പന്നിപ്പടക്ക വായിക്കാത്ത വെച്ച് പൊട്ടിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ മറുപടി, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത വീഡിയോ. ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ ടെക്നിക്കലായിട്ടൊന്നും ഇത് വേണ്ട. ഇതിൻ്റെ തുടർച്ച ആയിട്ട് അവിടുന്ന് തെറി വരും. തെറി വിളിക്കുമ്പോൾ മറക്കാതെ ചട്ടുകാലി എന്ന് വിളിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നല്ലതാണ്. എന്നിട്ട് ആ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കൂടുതൽ പേരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം. എന്നാലേ നാഗച്ചേച്ചിക്ക് ദൈവമാകാൻ പറ്റൂ. നമുക്ക് ആ ദൈവത്തിനെ കല്ലെറിയാനും പറ്റുള്ളൂ. ഇതൊക്കെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് ഇവിടെ വരാത്തതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്സ് ആണ്. ഇവരെയൊക്കെ തൂക്കിക്കൊണ്ട് നടക്കുന്ന വന്യമൃഗങ്ങളോടൊന്നും പറയാനില്ല. ഈ റീസെൻ്റ്ലി ഒരാൾ മരിച്ചിരുന്നു, സുമനൻ സാറ്. പുള്ളി എത്ര പേര് ഹോണർ ചെയ്തു? എത്ര പേര് ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടോ? മര്യാദയ്ക്കൊരു വാർത്ത കൊടുത്തോ മീഡിയാസ്? അദ്ദേഹം ചെയ്ത ഇതെന്താണെന്നറിയാമോ?
ഈ നാട്ടിൽ ഈ കോളാമ്പി വെച്ചിട്ടുള്ള ബഹളമുണ്ടല്ലോ, അതിനെതിരെ ആ സുപ്രീം കോടതി വരെ പോയിട്ട് നിയമം കൊണ്ടുവന്ന വ്യക്തിയാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ എന്ന് ഞാൻ പറയും. യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സഹോദരൻ അയ്യപ്പനെ പോലുള്ള ഒരുപാട് പേരെ കാണുന്നില്ലേ, അതേപോലെ അതേ റേഞ്ചിലുള്ള ഒരു മനുഷ്യനാണ് മരണപ്പെട്ടു പോയത്. ഇവിടെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കണ്ട എനിക്ക് തോന്നുന്നില്ല ഒരു കോളം ന്യൂസ് പോലും അദ്ദേഹത്തിനെ പറ്റി വന്നിട്ട്, നമ്മളിവിടെ പത്രം വരുത്തുന്നുണ്ട്, ഞാൻ കണ്ടില്ല അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയും ഞാൻ കണ്ടില്ല. അത് എപ്പോഴെങ്കിലും അപ്പുറം എപ്പോഴെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരു പേരാണത്. നമുക്കിവിടെ പാസ്സാക്കി, അതായത് കേരളത്തിൽ നിന്നൊരു മനുഷ്യൻ പോയി പാസ്സാക്കി കൊണ്ടുവന്നതാണ് പൊതുസ്ഥലങ്ങളിൽ കോളാമ്പി വെച്ചിട്ടുള്ള ശല്യം. അത് അമ്പലത്തിൽ നിന്നായാലും ഏത് മേഖലയിൽ നിന്നായാലും മറ്റുള്ളവർക്ക് ന്യൂയിസൻസ് ആകുന്ന ശബ്ദ മലിനീകരണത്തിനെതിരെ അദ്ദേഹം സമരത്തിന് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച മൈക്ക് അത് അദ്ദേഹത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഇവിടെ എങ്ങും നിന്നില്ല, ഹൈക്കോടതി വരെ ആ കേസ് പോയി, വിട്ടില്ല അദ്ദേഹം. അവിടെ പോയി അനുകൂല വിധി സമ്പാദിച്ചതാണ്. ആ വിധി വെച്ച് മധ്യപ്രദേശിൽ ഇപ്പം അങ്ങനെ ഒരു നിയമമുണ്ട്, പബ്ലിക് കിടന്ന് ഊക്കി വിളിക്കാൻ ഒക്കത്തില്ല. മറ്റുള്ളവരുടെ ഇതെന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് വരുന്ന ഒരു സാധനമാണ് ഇത്. കുട്ടികൾക്ക് പരീക്ഷാ സമയത്തൊക്കെ പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. എന്ത് ഭക്തിയുടെ പേരിലാണെങ്കിലും അത് ബുദ്ധിമുട്ടാണ്. അത് പലയിടങ്ങളിലും യുക്തിവാദികൾ ഉപയോഗിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വേർഡിക്റ്റാണ്, ഇദ്ദേഹം സമ്പാദിച്ച വിധിയാണ്. നല്ലത് ചെയ്ത മനുഷ്യർക്ക് ഇവിടെ കാലം ഉണ്ടാവില്ല, മരണപ്പെട്ടാൽ പോലും ഒരു ഓണർഷിപ്പ് ഉണ്ടാകത്തില്ല. അതേസമയത്ത് പോലും തെറി വിളിക്കുന്ന തെറിച്ചികളായിട്ടുള്ള തെറി കൂട്ടായ്മകൾക്ക് ഇവിടെ ആക്സെപ്റ്റൻസ് കൂടുതലാണ്. ഒരുപാട് പേരെ നിങ്ങൾ കണ്ടു കാണും, ഞാനതിന് പ്രത്യേകിച്ചൊന്നും പറയണ്ട. പിന്നെ എനിക്ക് ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ക്യാമ്പയിൻ ആക്കാനായിട്ടുള്ള ഒരു താല്പര്യവും പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് എനിക്ക് വോയിസ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊന്നും കേൾപ്പിക്കുന്നില്ല, വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആ വോയിസ് മാത്രമായിട്ട് പ്ലേ ചെയ്തിട്ടേക്കാം. ആക്ച്വലി അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ന്യൂഡിറ്റി എന്ന് പറയുന്നത് ഒരാളുടെയും സ്വകാര്യതയല്ല, ഒരാളുടെയും പ്രൈവറ്റ് സ്പേസും അല്ല. നമുക്കത് ന്യൂഡിറ്റി ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ ഇടങ്ങളിലും അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. സൂപ്പറായിട്ട് അതിനെ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാനും ആ ഒരു പ്രൈവസി കംപ്ലൈൻറ്റോ അങ്ങനെ എന്തൊക്കെയുണ്ട് സിസ്റ്റം, മോൻ പറഞ്ഞാണെങ്കിൽ കറക്റ്റ് അറിയില്ല, അത് ചെയ്താൽ അത് അവരുടെ ചാനൽ തന്നെ എടുത്ത് കളയാൻ പറ്റുന്ന സാധനമാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സബ്സ്ക്രിപ്ഷൻ ചാനൽ എടുത്ത് കളഞ്ഞത് കണ്ടോ. 1 കോടി രൂപ എന്തോ വരുമാനമായ ഒരു ചാനലാണ് എടുത്ത് ദൂരെ കളഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ലിറിൽ സോപ്പിൻ്റെ പരസ്യം നിരോധിച്ചത്. അതൊരു വള്ളി പോലത്തെ ഒരു സാധനം ഇട്ടുകൊണ്ട് നിന്നുള്ള സോപ്പിൻ്റെ പരസ്യമായിരുന്നു. രാജീവ് ഗാന്ധിക്ക് ആ ബോധം ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ആ ബോധം ഉണ്ടായിരുന്നു. ഇന്ന് നടന്മാരുൾപ്പെടെ അത് ഇട്ടിട്ട് അത് ജനറലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എനിക്കത് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് പറയുമ്പം ഞാൻ മോഡേൺ അല്ല അല്ലെങ്കിൽ പുരോഗമന ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പലരും പറയണത് എൻ്റെ തട്ടത്തിനെ പറ്റിയാണ്. പുരോഗമന ചിന്ത അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ തട്ടത്തിൽ നിന്ന് ബേസ്ഡാണ്. എൻ്റെ ബോബ് കട്ട് ഓഫ്കോഴ്സ് എൻ്റെ പുരോഗമനവാദം അതിനകത്തുണ്ട്. എനിക്കിപ്പം ഒരാൾ സ്ലീവ്ലെസ് ഇടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന വസ്ത്രം ഇടുന്നതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ടൈറ്റായിട്ടിട്ടാൽ ഞാനൊന്നും പറയത്തില്ല. പക്ഷേ പ്രൊജക്ഷൻ അതിൻ്റെ ഒപ്പം ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ചാൽ ഞാൻ അതിനെതിരെ സംസാരിക്കും. അത് ഒരു കാര്യം. ആ വിഷയം മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ സൊസൈറ്റിയെ കാർന്നു നിന്ന് തിന്നുന്ന MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ കഴിക്കുന്ന സ്ത്രീയെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തൊരു സ്ത്രീക്ക് സപ്പോർട്ട് പറഞ്ഞതാണ് എൻ്റെ കുറ്റം. അതേപോലെ സെക്സ് റാക്കറ്റ് ഉണ്ട് ഇവിടെ. ഈ ഒരു വിഷയവും അറിയാതെ പോയി പെടുന്ന പെൺകുട്ടികളെ ആ ഒരു റാക്കറ്റിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ദല്ലാളായ സ്ത്രീയെ ഞാൻ കയ്യോടെ പൊക്കി. അതിൻ്റെ ഒരു റിവഞ്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു വിഷയം മനസ്സിലാക്കി ഒത്തിരി പേരെൻ്റെ ഒപ്പം ഉണ്ട്. അവരൊക്കെ ധാരാളം ക്യാമ്പയിൻ ചെയ്യുന്ന ആവശ്യമില്ല. ഓൾറെഡി ഞാൻ അതിന് വേണ്ടിയിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദം. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. 1 വട്ടം 2 വട്ടമൊന്നുമല്ല അത് റിജക്റ്റ് ആവുന്നത്. 3-4 പ്രാവശ്യം അതിൻ്റെ ബിഹൈൻഡ് നടന്നാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. ഞാൻ മെനക്കിടുന്നുണ്ട്. അപ്പം ഞാൻ എന്താണ് അതിൻ്റെ ഒരു നാൾ വഴി എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതേ ഉള്ളൂ, ഇത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. തെറി അവരുടെ ഒരു മുഖമാണത്. അവർക്കതേ അറിയുള്ളൂ. അവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് പൈസ കൊടുത്ത് കൊണ്ടുവന്ന് ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമത്തിനെ തടയിടാൻ കുറച്ച് ആൺകുട്ടികൾ ഇന്നാട്ടിൽ ഈ തലമുറയിലുള്ളത് ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറ ഇതൊക്കെ ജനറലൈസ് ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് വരികയാണെങ്കിൽ അതിനെ എതിർക്കണമെന്നും അതിനെ സ്റ്റോപ്പ് ചെയ്യപ്പെടണമെന്നുമുള്ള ബോധമുള്ള കുറച്ച് പേരിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു സമാധാനമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. ഇവിടെ വന്ന് കോണ എഴുതി വെച്ചാൽ പച്ചയ്ക്ക് ഞാനങ്ങ് തരും. മനസ്സിലായോ?